നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക മാഡം ചെയ്തൊരു അതിബുദ്ധി മാത്രമാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം നടന്നെന്ന് സാറിനോട് പറഞ്ഞത്. പക്ഷെ സത്യം അതല്ല സർ. സർ, ഞാൻ ഋതിക മാഡത്തെ കല്യാണം കഴിച്ചിട്ടില്ല. ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്. കോഫി കുടിച്ചിരുന്നോ? ഞാനും കൂടി അടുക്കളയിലോട്ട് ചെല്ലട്ടെ. രാജു, അതെ, ഈ കള്ളം പറയുന്നവരുടെയും കള്ളത്തരം കാണിക്കുന്നവരുടെയും മുഖത്ത് നോക്കിയാ അതറിയാന്ന് പറയുന്നത് ശരിയാണോ? എനിക്കറിയില്ല. കള്ളത്തരം കാണിക്കുന്നവരുടെ മുഖത്ത് നോക്കി നീ അത് കണ്ടുപിടിച്ചോ? എനിക്കങ്ങനെ മുഖം നോക്കി കള്ളം പറയുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ പറഞ്ഞേനെ. എന്ത്? ചിലരുടെ കള്ളത്തരം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല, വേണമെങ്കിൽ ഉദ്ദേശിക്കാം. ഉദാഹരണത്തിന്, രാജു ഋതികയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. അത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കോ രാജുവിന്റെ വീട്ടിലുള്ളവർക്കോ അറിയില്ലല്ലോ. ഈ പറഞ്ഞത് നുണയാണെങ്കിൽ നാളെ ഒരു ദിവസം അത് നുണയാണെന്ന് തെളിയുമ്പോ രാജുവിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അന്നും രാജുവിന് താലി കെട്ടാൻ വേണ്ടി ഈ രമ്യയുടെ കഴുത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയുണ്ട്. ഇക്കാലം അത്രയും രാജുവിനൊപ്പം കഴിഞ്ഞ ഋതികയെ ആര് കല്യാണം കഴിക്കും? ആരും കാണില്ല. പാവം. അല്ല, രാജു ഒന്ന് ആലോചിച്ച് നോക്കി. ഈശ്വര, ഋതിക മാഡം ആരുമില്ലാതെ അനാഥയായി പോകൂ. രമ്യ പറഞ്ഞതിൽ സത്യമുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? നിനക്കൊരു അല്പമെങ്കിലും സംസ്കാരം ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. പക്ഷേ സംസ്കാരം എന്നത് നിനക്ക് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുന്ന ഒരു വാക്ക് മാത്രമാണ്. ഞാൻ എന്ത് സംസ്കാരം ഇല്ലായ്മയെ കാണിച്ചത്? പലതും ഉണ്ട്, പറയാൻ കൊള്ളാത്ത പലതും. എന്റെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്താ ഞാനും തിരിച്ചു പ്രതികരിക്കും. നീ പ്രതികരിച്ചോ? ദേ, ആ മൂലയെ മാറി എന്ന് പ്രതികരിച്ചോ? എടി, കൈ നിറയെ കാശുണ്ടായിട്ട് കാര്യമില്ല, സ്വഭാവം നന്നാവണം. നിങ്ങളെയും നമ്മുടെ കുഞ്ഞിനെയും നോക്കി ഈ വീട്ടിലിരിക്കുന്ന ഞാൻ എന്ത് സ്വഭാവം നന്നാക്കേണ്ടത്? പറഞ്ഞതാ. സൗകര്യമില്ല. നിന്നെ കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമില്ല. കേൾക്കുന്നതൊക്കെ വെറും മോശം കാര്യങ്ങളാ. നിങ്ങൾ എന്ത് കേട്ടെന്ന് പറഞ്ഞാലും അത് ആരൊക്കെ ഉണ്ടാക്കി വിടുന്ന വെറും നുണക്കഥകളാ. സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് തിരിച്ചറിയാൻ പ്രാപ്തിയുള്ള ഒരാള് തന്നെ ഞാൻ. അത് തിരിച്ചറിയാനുള്ള വിവേകവും എനിക്കുണ്ട്. എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട.
കേൾക്കാനൊട്ട് താല്പര്യവുമില്ല. എത്രയും പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ നിനക്ക്? അങ്ങനെ ചെയ്ത അതിൽ കൂടുതൽ ഒന്നും തന്നെ നീ എനിക്ക് ഈ ജീവിതത്തിൽ ചെയ്തു തരാനില്ല. എന്താ? വർമ്മ സാറിനെ കാണണം. പറ്റില്ല. നിങ്ങൾ അകത്തേക്ക് കയറ്റി വിട്ടിരുന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം വർമ്മ സാറിനോട് പറയാനുണ്ട്. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. പറ്റില്ലെന്ന് മലയാളത്തിലല്ല സാറേ പറഞ്ഞത്. ദയവ് ഇത് എന്റെ പണി കളയിക്കാതെ പോ സാറേ. എനിക്ക് കണ്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ? പ്രശ്നം ഉണ്ടാക്കല്ലേ. ദയവ് ഇത് ഇവിടുന്ന് പോ. അയാളെ കയറ്റിവിട്. ശരി സാറേ. എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ആ പടിയിൽ നിന്നിറങ്ങി താഴെ നിന്നിട്ട്. എന്തിനാ കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നത്? എന്റെ സമനില തെറ്റിക്കാനാണോ? എന്തിനാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ സാറിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന സത്യം. എന്റെ ദൈവമാണ് സാറ്. ആ സാറിനോട് ഞാൻ ഇങ്ങനെ നന്ദിയില്ലായ്മ കാണിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെ കാണിക്കില്ല സാറേ. ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയാ. എനിക്ക് ഈ പഴംപുരാണം കേട്ടോണ്ട് നിൽക്കാൻ സമയമല്ല. സാർ ഞാൻ പറയുന്നത് മുഴുവനും കേട്ടാ സാറിന്റെ ഈ തെറ്റിദ്ധാരണ മാറും. എനിക്കത് ഉറപ്പാ. സാറിനോട് ഞാൻ പറഞ്ഞതാ ഋതിക മാഡത്തിന് ദീപകിന് കല്യാണം കഴിച്ച് കൊടുക്കരുതെന്ന്. ഋതിക മാഡത്തിനും അതിഷ്ടമല്ലായിരുന്നോ? ദീപകിന്റെ സ്വഭാവം ശരിയല്ലെന്ന് ഋതിക മാഡത്തിന് എനിക്കും ബോധ്യമുള്ളതുകൊണ്ടാ അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷേ സാർ അത് അംഗീകരിച്ചില്ല. അന്ന് സാർ ഒന്ന് റീതിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ആർക്കും ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഋതിക മാഡം ചെയ്തൊരു അതിബുദ്ധി മാത്രമാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം നടന്നെന്ന് സാറിനോട് പറഞ്ഞത്. പക്ഷെ സത്യം അതല്ല സർ. സർ, ഞാൻ ഋതിക മാഡത്തെ കല്യാണം കഴിച്ചിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.